ജസ്ന തിരോധാന കേസിൽ ലോഡ്ജ് ഉടമ ബിജു സേവ്യറിന്റെ മൊഴി സിബിഐ രേഖപ്പെടുത്തി. ലോഡ്ജിലും സിബിഐ സംഘം പരിശോധന നടത്തിയിരുന്നു. മുണ്ടക്കയത്തെത്തിയ സിബിഐ സംഘം കേസിന്റെ വിവരങ്ങൾ ഇപ്പോൾ ആകെ ശേഖരിക്കുകയാണ്. ഷിനോജ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഷിനോജ്, പുതിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടായത് അത് കാര്യമായി തന്നെ എന്തായാലും അന്വേഷണ സംഘം അന്വേഷിക്കുന്നതായിരിക്കും. എന്തായാലും മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു നീക്കം? പൂജ, ഇന്ന് രാവിലെ 11 മണിക്കാണ് തിരുവനന്തപുരത്തു നിന്നുള്ള സിബിഐ സംഘം മുണ്ടക്കയത്തെത്തിയത്. ആദ്യം ഈ ജസ്ന വന്നു എന്ന് കരുതപ്പെടുന്ന ലോഡ്ജിൽ സിബിഐ സംഘം എത്തി. അതിനുശേഷമാണ് ഈ ലോഡ്ജിന്റെ ഉടമയായ ബിജു സേവ്യറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മുണ്ടക്കയം സിബിഐയിലേക്ക് വിളിച്ചു വരുത്തിയത്. പ്രധാനമായും ഇത്തരത്തിൽ ഈ മുൻ ജീവനക്കാരി, അതായത് ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീ ഇത്തരത്തിൽ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. കൂടാതെ ഇവരെ ജോലിയിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞുവിടാനുണ്ടായ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളാണ് സിബിഐ സംഘം ഇവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയത്. അതേസമയം ഈ വെളിപ്പെടുത്തൽ നടത്തിയ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയ ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയെ സിബിഐ സംഘം ഇന്ന് എന്തായാലും ചോദ്യം ചെയ്യുകയോ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തുകയോ ചെയ്തിട്ടില്ല. രാവിലെ ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ് സിബിഐ സംഘം. എന്തായാലും ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള സിബിഐ സംഘം നിലവിൽ ക്യാമ്പ് ചെയ്യുകയാണ്. വരുന്ന ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീയെയും സിബിഐ സംഘം ചോദ്യം ചെയ്യും.